हिन्दुरक्षा ममादीक्षा. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുവായൂർ പ്രഭാഷകനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. 26 വർഷമായും തോന്നുന്നു ഏകദേശം. അന്ന് എന്നെ കൊണ്ടുവന്ന ആളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്ന് കുറേ വർഷങ്ങൾ, 26 വർഷമായി അല്ലേ? ഇപ്പം ഞാൻ വരാൻ കാരണം പ്രദീപ് നമ്പ്യാർ, ഞാനും ഹൈദരാബാദിലെ, അതും 10-20 വർഷമായില്ലേ പ്രദീപ്, രാമധർമ്മ പ്രചാരക സമിതി എന്ന ഒരു സംഘടന, അത് എൻ്റെ വീടാണ്, എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോൾ രാമായണം വായിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നൊക്കെയുള്ളൊരു ഉദ്യമം തുടങ്ങുകയുണ്ടായി. ഹൈദരാബാദുകാർക്ക് മലയാളം രാമായണത്തിൽ കുറച്ചെങ്കിലും വായനാശീലം ഉണ്ടാവട്ടെ കർക്കിടക മാസം എന്നൊക്കെ വിചാരിച്ച് കുറേ പുസ്തകങ്ങൾ ഇൻഡോളജിക്കൽ ട്രസ്റ്റ് കോഴിക്കോടുള്ള, എൻ്റെ ബുക്സൊക്കെ പബ്ലിഷ് ചെയ്യാറുള്ളത് അന്ന് ഇൻഡോളജിക്കൽ ട്രസ്റ്റാണ്. അതുമൊക്കെ ആയിട്ടാണ് ഹൈദരാബാദിൽ തുടക്കം. അപ്പോൾ ആ പ്രദീപാണ് എന്നെ ഈ ഒരു പ്രഭാഷണത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞാനിവിടെ വരാനും ഒക്കെ കാരണക്കാരനായത്. അപ്പോൾ വലിയ സഭയാണ്. സഭയിൽ മഹത്തായിട്ടുള്ള വേദിയിലിരിക്കേണ്ട പലരും സദസ്സിലിരിപ്പുണ്ട്. അറിവിൻ്റെ ഭണ്ഡാകാരം തുറന്നു വെക്കാൻ സാധ്യതയുള്ള കുറേ പേരുണ്ട്. ഞാൻ വരുമ്പോൾ വേദിയിലുണ്ടായിരുന്ന സ്വാമി സായി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രസ്റ്റിൽ കുറേ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇദ്ദേഹമാണ് ക്ഷണിച്ചത്, അതിന് വളരെ നന്ദി. ഭാഗ്യവശാൽ കുറച്ചു കാലം ഇപ്പോൾ കേരളത്തിലുണ്ട്, 10 ദിവസമായിട്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നു വിടാൻ പറ്റി, അത്രയേ ഉള്ളൂ. വേദിയിലുണ്ടായിരുന്നത് കൈതപ്രം സ്വാമിയായിരുന്നു. അദ്ദേഹം സ്വാമിയാണ്, പാട്ടുകാരനാണ് എന്നൊക്കെ പറയുന്നത് കുറവാണ്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള പാഞ്ചജന്യം എന്ന ഒരു നാഷണൽ ഓർഗനൈസേഷൻ്റെ അദ്ദേഹം ചെയർമാനായിരുന്നു. നെക്സ്റ്റ് ചെയർമാൻ ഇപ്പം ഞാനാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് നടത്തുന്നതിൽ ഞാൻ ചെയർമാൻ ആയതിനു ശേഷം കഴിഞ്ഞ വർഷം നടത്തിയ ഏറ്റവും നല്ല പ്രോഗ്രാം എന്ന് പറയുന്നത് 2025 കർക്കിടക മാസത്തിലെ ഇൻ്റർനാഷണൽ രാമ കോൺഫറൻസ്. എല്ലാ ദിവസവും ഇന്ത്യക്ക് വെളിയിലുള്ള പല സ്ഥലത്തു നിന്നും ഉള്ള ആൾക്കാർ പ്രഭാഷണം നടത്തുകയും കഥ പറയുകയും, അത് ചെറിയ കുട്ടികൾ, വയസ്സായിട്ട് മുടി നരച്ചിട്ടുള്ളവരല്ല, യൂത്തിനെ കൊണ്ട് അമേരിക്കയിലുള്ളവരെയും ഗൾഫിലുള്ളവരെയും ഒക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. അല്ല, ഗൾഫിലൊരു പ്രോഗ്രാമിന് ആ രാമായണ മാസം പങ്കെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്നേഹരാമായണം എന്ന പുസ്തകം എഴുതിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് കൈതപ്രം തിരുമേനി. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. വായിക്കുന്നവരൊക്കെ വായിക്കേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ രാമായണം എങ്ങനെയാണ് എന്നൊക്കെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. ഞാനും പ്രദീപുമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ള രാമധർമ്മ പ്രചാരക സമിതി എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഫിജിയിൽ രാമായണ കോൺഫറൻസ് ഒരു 10-17 രാജ്യങ്ങളുമായിട്ട് ചേർന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്ത ഒരു പ്രഭാഷകനായിട്ട് ക്ലാസ് എടുക്കാനായിട്ടൊക്കെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ യാത്രയിലും കിട്ടുന്ന ചില അനുഭവങ്ങൾ, അതിൻ്റെ ഉള്ളറകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന കുറേ ചെറിയ ചെറിയ തുണ്ടുകളൊക്കെയാണ് എൻ്റെ എഴുത്ത്. അന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് രാമ ഇൻ ഫെറി ഫിജി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇറങ്ങിയ എയർപോർട്ടിൻ്റെ പേര് NADI, എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്നറിയില്ല, പക്ഷേ നാദി എന്നാണെങ്കിൽ ഞങ്ങളുടെ കോൺഫറൻസ് നടക്കുന്ന വേറൊരു സിറ്റിയിലായിരുന്നു, അതിൻ്റെ പേര് സുവ എന്നാണ്. ഇത് രണ്ടും ഫിജിയിലുള്ള
ഏറ്റവും പ്രസിദ്ധമായ 2 സിറ്റികളാണ്. അന്ന് ഞാൻ എഴുതിയ കവിതയിൽ ഞാൻ ഇറങ്ങിയത് നന്ദിയുടെ മുമ്പിലാണ്. നാഡി എന്നുള്ളത് നന്ദി എന്നുള്ളത് മാറിപ്പോയതാവാം എന്ന് ആണ് എൻ്റെ കവിതയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എത്തിയിട്ടുള്ളത് സുവയിലാണ്, അത് ശിവനെ കാണാൻ പോവുകയായിരുന്നു എന്നാണ്. അപ്പോൾ നന്ദിയെ കണ്ടിട്ട് വേണം ശിവനെ കാണാൻ എന്നുള്ള ഒരു കഥയാണ് ഞാൻ ആ കവിതയിലൂടെ പറഞ്ഞത്. അത്തരം ചെറിയ ചെറിയ അനുഭവങ്ങൾ, ഇപ്പം ഞങ്ങൾ എങ്ങനെയാണ് എന്നെ ഫിജിയിൽ കണ്ടെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ രാമധർമ്മ പ്രചാരക സമിതി നടത്തുന്ന പ്രോഗ്രാമുകളുടെ സൗത്ത് ഇന്ത്യയിലെ ഒരു മേന്മ കണ്ടിട്ടാണ് എന്നാണ് പറഞ്ഞത്. അതിലെനിക്കല്ല ക്രെഡിറ്റ്. എനിക്ക് തോന്നുന്നു കുറേ പുതിയ പുതിയ ആൾക്കാർ, ചെറുപ്പക്കാരായിട്ടുള്ള ഹരിയും ഗ്രൂപ്പും ഒക്കെ കുറേ ആൾക്കാർ അവിടെ നന്നായിട്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഒരു ചെറിയ സ്പാർക്ക് മതി വലിയ തീയായിട്ട് മാറാൻ. ചെറിയ കർമ്മങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക, പക്ഷെ അതിൻ്റെ സ്പാർക്ക് വളരെ വലുതാവും. അത് നമ്മളെ പഠിപ്പിക്കുന്ന കഥയും രാമായണത്തിൻ്റെ ഭാഗമാണ്. ഓരോ വാനരന്മാരുടെയും ചെറിയ ചെറിയ കർമ്മങ്ങളാണ് പിന്നെ വലിയ ഒരു രാമായണ കഥയുടെ ഭാഗമായി മാറുന്നത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം. ഇതിൻ്റെ കോപ്പി മാത്രമേ എൻ്റെ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരണത്. അവിടെ ഉണ്ടായിരുന്നത് ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന്. ഇതിലും ഞാൻ രാമായണത്തിൻ്റെ കഥ പറയുന്നുണ്ട്. എൻ്റെ എല്ലാ പുസ്തകത്തിലും രാമായണത്തിൻ്റെ കഥ പറയും. ഇതിൽ പറയുന്ന കഥ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുള്ളതാണ്. എവിടെയാണ് സോഴ്സ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗുരുവായൂരുമായിട്ട് നല്ല ബന്ധമുള്ള ഡൽഹിയിൽ പ്രൊഫസറായിട്ടുള്ള അകവൂർ നാരായണൻ തിരുമേനിയാണ് ഇതിൻ്റെ പഠനമൊക്കെ ചെയ്ത് തന്നത്. അങ്ങനെ കുറേ പ്രഗത്ഭന്മാരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത് ഈ ഭാഗത്തുള്ള എൻ്റെ ഒരു ചെറിയ ബന്ധങ്ങൾ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സംഭവങ്ങൾ പറയുമ്പോൾ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്. ഞാൻ പറഞ്ഞു പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, അപ്പോൾ സോഴ്സ് നമുക്കറിയില്ല. രാമൻ എന്നത് സൂര്യവംശജനും, അപ്പോൾ രാമൻ സൂര്യൻ തന്നെയാണ്. ഭൂമി എന്നത് സീതയും, രാവണൻ എന്നത് കാർമേഘവുമാണ് എന്നാണ്. അപ്പോൾ ഭൂമിയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ സൂര്യവംശജനായ സൂര്യന് സീതയെ കാണാൻ സാധിക്കാതെ കാർമേഘം കൊണ്ട് മൂടിയപ്പോൾ ഹനുമാൻ എന്ന കാറ്റ് വന്ന് അതിനെ മാറ്റിക്കൊടുത്തപ്പോഴാണ് രാമന് സീതയെ കാണാൻ സാധിച്ചത് എന്നൊരു സങ്കല്പം. നമ്മൾ പലപ്പോഴും കവികളുടെ സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ പുരുഷന്മാരെക്കാളും കൂടുതൽ ദേവന്മാരെയും ഈശ്വരന്മാരെയും കാണാൻ സാധിക്കുന്ന സങ്കല്പങ്ങൾ, അത് പ്രകൃതിയാണ്. ആ പ്രകൃതിയെ കാണുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് പലതും മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് കാർമേഘം മാറ്റിയിട്ട് ഹനുമാൻ വന്ന് മാറ്റുന്നത്. അത് കർക്കിടക മാസമാണ്. അത് ഏറ്റെടുത്തിട്ടുള്ള ഏക ജനതധി അത് കേരളീയരാണ്. അപ്പോൾ എൻ്റെ പ്രഭാഷണത്തിന് എനിക്ക് തന്നിട്ടുള്ള വിഷയവും കേരളത്തിൽ സാംസ്കാരികമായ ചിന്തകളുടെ ഭാവനകളുടെ മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇതിനു മുമ്പുള്ള പ്രഭാഷകൻ ലോകം കവർ ചെയ്തപ്പോൾ അതിൽ കേരളവും കവർ ചെയ്തു, എഴുത്തച്ഛനെയും ഒക്കെ കവർ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്താ പറയേണ്ടതെന്ന്. നമ്മൾ ഓരോ സ്ഥലത്തും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വന്നത്. ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട് നാലമ്പലം തോന്നുന്നൊന്നും അത്ര ശീലമില്ല എനിക്ക്. പക്ഷെ എൻ്റെ ഡ്രൈവർ അപ്പം തന്നെ പറഞ്ഞു, തൃപ്രയാർ കറക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് ഓർമ്മ വന്നത് തൃപ്രയാർ നാലമ്പലത്തിൻ്റെ. ഞാൻ വരുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. ഭരതൻ്റെ നാടെന്ന് പറഞ്ഞാൽ രാമൻ്റെ നാടാണ്. ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ ഒരു പാതുകത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലേ അത് രാമായണത്തിലാവുമെന്ന് പറയാം. കുറേ കവികൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ പാതുകത്തെക്കുറിച്ച്, ഫുട്വെയറിനെ കുറിച്ച്, ചെരുപ്പിനെക്കുറിച്ച് കവിത എഴുതിയിട്ടുള്ളത് വളരെ കുറവാണ്. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവർ ഫ്രാൻസിസ് ആയിരുന്നു. ഫ്രാൻസിസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നദിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. തൃപ്രയാർ പുറത്തിറങ്ങുന്നത് കരുവന്നൂർ എന്താണ്, അല്ല കരുവന്നൂർ പുഴയാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ, ഞാൻ ഗൂഗിൾ നോക്കിയിട്ടാണ് പഠിക്കുന്നത്, ഗൂഗിളിൽ നോക്കിയപ്പോൾ തീവ്ര നദി എന്നാണ്. നാട്ടുകാർക്ക് പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല, നമുക്കറിയാത്ത പലതും. അപ്പം ഞാൻ അന്വേഷിച്ചു എന്താണ് ഈ തീവ്ര നദി എന്ന പേരിന് കാരണം. തീവ്ര നദി എന്ന് പറയുന്നത് കരുവന്നൂർ പുഴ തന്നെയാണ്.
പക്ഷേ തീവ്രമായ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ഒഴുകി നടക്കുന്ന ജീവിതത്തിൽ രാമൻ്റെ സ്പർശമേൽക്കുമ്പോൾ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് തൃപ്രയാർ എന്നാണ്. വലിയ സങ്കല്പങ്ങളാണ്, നമ്മൾ ചിന്തിക്കുക പോലുമില്ല ചിലപ്പം. അവിടെയുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് തൃപ്രയാറും ആണ് രാമനെങ്കിൽ ഈ കോൺഫറൻസ് തൃപ്രയാറിലല്ലേ നടക്കേണ്ടത്? എന്താണ് ഗുരുവായൂര് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ രാമനും കൃഷ്ണനും വേറെയല്ല എന്ന് തൃപ്രയാർ തന്നെ പറയേണ്ടതാണ്. വിഷ്ണുവിൻ്റെ അവതാരം 4 കൈകളിൽ 4 സങ്കല്പങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് അവിടെയുള്ളത്. അത് നമ്മുടെ 4 ധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട അവസ്ഥയിലേക്ക്. എന്താണ് 4 ധർമ്മങ്ങൾ? ഒരു പുരുഷധർമ്മങ്ങൾ നമ്മൾ പറയുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ ലെവലിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ സാക്ഷിഭാവം, മൂർത്തിമത് ഭാവം രാമനും രാമൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള രാമനും ഒക്കെയാണെന്ന് കാണാൻ സാധിക്കും. അതിൽ ഒരു ആയുധമായിരുന്നു, ഒരു കയ്യിലുള്ള ആയുധമാണ് ചക്രം. ചക്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫിലോസഫി എന്നാണ്, ദർശനം എന്നാണ്. ഫിലോസഫിയുടെ ശരിയായ പരിവർത്തനം ദർശനം എന്നാണ്. അപ്പോൾ ആ ചക്രം സുദർശനമാണ്, ഏറ്റവും നല്ല ഫിലോസഫിയാണ്. അപ്പോൾ ഏറ്റവും നല്ല ഫിലോസഫർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കൃഷ്ണനാണ്. ആ കൃഷ്ണൻ്റെ ഭാഗവും രാമൻ്റെ കയ്യിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കയ്യിൽ ആയുധമാണെങ്കിൽ മറ്റേ കയ്യിൽ മാലയാണ്. അപ്പം രാമൻ്റെ സങ്കല്പത്തിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിന് വെളിയിൽ ഇത്തരം സങ്കല്പങ്ങളുള്ള ഒരു പ്രതിഷ്ഠ നമ്മൾ കാണില്ല പലപ്പോഴും. അയോധ്യയിൽ പോയാലും വില്ല് പിടിച്ച് അമ്പ് പിടിച്ച് നിൽക്കുന്ന രാമനെ കാണാൻ പറ്റും, പക്ഷേ മാല പിടിച്ച് നിൽക്കുന്ന രാമനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും എവിടെയാണോ ധർമ്മം, ഫിലോസഫി കൊടുക്കേണ്ടത് അവിടെയൊക്കെ അത് കൊടുക്കുകയും എവിടെയാണോ ശിക്ഷിക്കേണ്ടത് അവിടെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഭഗവാന്മാരാണ് ഭാരതീയ സങ്കല്പത്തിലുള്ള എല്ലാവരും. അഗ്രതശ്ചതുരോ വേദ പൃഷ്ടജ ശശരം ധനുർ എന്നാണ്. എവിടെയാണോ ആശീർവാദം കൊടുക്കേണ്ടത് അവിടെ ആശീർവാദവും, എവിടെ തട്ടിക്കളയണോ അവിടെ തട്ടിക്കളയാനും പറഞ്ഞിരിക്കുകയാണ്. ആ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളവർ നമുക്ക് തന്നെയാണ്. നമുക്ക് രണ്ടും അറിയാം, നന്നായിട്ട് വഴക്ക് പറയാനും അറിയാം, നന്നായിട്ട് ആശീർവദിക്കാനും അറിയാം. അടുത്ത കാലത്ത് ഞാൻ ശ്രീലങ്കയിൽ പോയ സമയത്ത് ഇപ്പം തിരുമേനിയോട് പറയായിരുന്നു, കൈതപ്പുറം അടുത്തിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരെയും സാർ സാർ എന്ന് വിളിച്ചിട്ടാണ് പറയുക. ഇന്ന് രാവിലെ എൻ്റെ കൂടെ വന്ന ഒരു ടീച്ചറുണ്ട്, മലയാളം ടീച്ചറാണ്, പക്ഷെ സാർ എന്നാണ് വിളിച്ചത്. നമ്മളങ്ങനെയാണല്ലോ, ഭാരതീയർ എപ്പോഴും അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാത്തവരാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ഇപ്പോഴും നമ്മളെ ഭരിക്കുന്നത്. ലോർഡ് രാമ എന്നാണ് പറയുക, ലോർഡ് കൃഷ്ണ എന്നാണ് പറയുക. എങ്ങനെയാണ് ഭഗവാൻ ലോർഡായത്? ഈശ്വരൻ എന്ന വാക്കും മിനിഞ്ഞാന്നങ്ങാണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈശ്വരനും ഭഗവാനും എന്താണ് എന്ന് കൃത്യമായിട്ട്. ഭഗവാൻ എന്ന സങ്കല്പത്തിൽ പേഴ്സണാലിറ്റി ഏറ്റവും ഹൈലെത്തുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ്. ലോർഡിന് അങ്ങനെ അർത്ഥമൊന്നുമില്ല, ആരോ കൊടുക്കുന്നൊരു ജോലിയാണ്. അപ്പം ഞാൻ സാധാരണ ചോദിക്കാറുള്ളത്, ലോർഡ് രാമ എന്ന് വിളിക്കുകയാണെങ്കിൽ ലോർഡസ് സീത എന്നും കൂടി വിളിക്കേണ്ടതാണ്. പക്ഷെ അത് നമ്മൾ വിളിക്കാറില്ല. ലോർഡ് ശിവ എന്നൊക്കെ പറയും. അപ്പോൾ പാർവതിയെ നമ്മളെന്ത് വിളിക്കണം? എന്നാൽ നമസ്കാരം ലോർഡസ് പാർവതി എന്നൊക്കെ ആരെങ്കിലും പറയാറുണ്ട്? ഇല്ല. അപ്പോൾ ഒരു ബുദ്ധിയുമില്ല, ചിന്തിക്കാത്തവരാണ് നമ്മളെന്നാണ്. പലപ്പോഴും ട്രാൻസ്ലേഷൻ കൊണ്ടുണ്ടാവുന്ന കഥകൾ. ഇപ്പം ഭാഷാ പിതാവാണ് ആര്? അപ്പോൾ ഭാഷാ പിതാവ് എന്ന് പറയുമ്പോൾ പിതാവ് അല്ല, ശരിക്ക് നമ്മൾ പിതാവാക്കിയതാണ്. എഴുത്തച്ഛൻ എന്നുള്ളതിന് വലിയ അർത്ഥമുണ്ട്. ഏതൊരു വ്യക്തിയാണോ എൻ്റെ അക്ഷു കണ്ണ് തറച്ചു നോക്കുന്നതിൽ നിന്ന് വിഘടിക്കാതെ എന്നെ പിടിച്ചു നിർത്തുന്നത്, അത്രയും ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നു അയാളെ വിളിക്കേണ്ട പേരാണ് അച്ഛൻ. അപ്പോൾ എഴുത്തിൻ്റെ അച്ഛനായത് ഭാഷാപിതാവ് എന്നുള്ള വാക്കിൽ എഴുത്തച്ഛൻ എന്നുള്ള വാക്ക് തെറ്റാണ്. രണ്ടും വ്യത്യാസമുണ്ട്. സൃഷ്ടിക്കുന്നവനെ പിതാവെന്ന് വിളിക്കാം, പക്ഷേ
ഇഷ്ടപ്പെടുത്തുന്നവനെയാണ് അച്ഛൻ എന്ന് വിളിക്കുക. അതും തുഞ്ചത്താണ്. തുഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അതുക്കം മേലെ എന്നൊക്കെ പറയാറില്ലേ, ആ പേരിൽ കൊടുത്തിരിക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുമ്പോഴുള്ളത് ദ എക്സ്ട്രീം പേഴ്സൺ ഹൂ മേക്സ് സംബഡി ടു ലവ് ദ അതർ പേഴ്സൺ എന്നാണ്. എന്ത് നല്ല രസകരമായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ വേണം പറയാൻ. തുഞ്ചത്തെഴുത്തച്ഛൻ ആചാര്യനാണ്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതേ എന്നാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്ന, അദ്ദേഹത്തെ കാണുമ്പോൾ പിന്നാലെ പോണം തോന്നുന്ന ഒരു വ്യക്തിത്വം ആർക്കുണ്ടോ അവരാണ് എന്നുള്ളതാണ്. അതിൻ്റെ ചരിത്രം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം മുമ്പ് പറഞ്ഞ പ്രഭാഷകൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. എഴുത്തിൻ്റെ അച്ഛനായ, രാമായണം കോൺഫറൻസിലെല്ലാം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഒരു ഭാഷയുടെ പിതാവായ ലോകത്തെ ഏക കവി കേരളത്തിലേ ഉണ്ടാവുള്ളൂ, വേറെ എവിടെ ഉണ്ടാവില്ല. അതിനു മുമ്പ് ഭാഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എഴുതിയ നമ്മുടെ 3 കവികൾ, പ്രസിദ്ധമായ കവികൾ, ആശാൻ, ഉള്ളൂർ, വെള്ളത്തോൾ എന്ന് പറയുന്നവർ. ഉള്ളൂരാണ് എഴുത്തച്ഛൻ്റെ കാലം കൃത്യമായി ഗണിച്ച് പറഞ്ഞു തന്നത്. അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനും കൂടിയായിരുന്നു ഉള്ളൂർ, ഒരു കവി മാത്രമല്ല. അപ്പം അത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ അച്ഛനാക്കിയത് വേറൊരു കവിയാണ് എന്നുള്ളതാണ്. കുഞ്ഞുണ്ണി മാഷ് നമ്മുടെ ഈ നാട്ടുകാരനാണ്. അക്ഷരമേ എനിക്കു നിന്നെ ഇക്ഷ പിടിച്ചു നിന്നിൽ അരമുള്ളത് കൊണ്ടാവാം എന്നാണ്. ആ അരം പിടിക്കുന്നത് പോലെ അക്ഷരത്തെ പിടിക്കണം, അത് പഠിക്കാൻ നമുക്ക് സാധിക്കണം, ഇക്ഷ പിടിക്കണം. അങ്ങനെ ഭാരതത്തിൽ ഒരു ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു രാജകൽപ്പന കൊണ്ട് ഒരു പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് നിർബന്ധിച്ചിട്ടുള്ള സ്ഥലം. ആ പുസ്തകം രാമായണമാണ്. അത് കിളി പറഞ്ഞ, വാൽമീകി തുടങ്ങിയത് കിളിയെ അമ്പെയ്ത് വീഴ്ത്തുകയാണെങ്കിൽ എഴുത്തച്ഛൻ കിളിക്ക് ജീവൻ കൊടുത്ത് പറയിപ്പിക്കുക ചെയ്തത്. അത് വലിയ ചിന്തയാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഏതാണോ കാതല്, തായ്തീർക്കുവാൻ തക്കൊരു കൊമ്പു യാതൊന്നിൽ നിന്നോ മഴുവിന്നു കിട്ടി, പരശുരാമനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു ആശാൻ ശിഷ്യനും മകനും എന്ന പുസ്തകത്തിൽ. ഏതിൽ നിന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയത്, ആ ട്രാൻസ്ലേഷൻ പദാനുപത വിവർത്തനല്ല. അതുകൊണ്ടാണ് 24,000 ശ്ലോകങ്ങൾ മലയാളത്തിലെത്തുമ്പോഴത്തേക്കും 4,000 ശ്ലോകങ്ങളോ 6,000 ശ്ലോകങ്ങളോ ഒക്കെ ആയിട്ട് ചുരുങ്ങണത്. അത്ര മതി. പലപ്പോഴും ഏകശ്ലോക രാമായണം എന്ന് പറയുന്ന, പൂർവം രാമതപോവനാധിഗമനം, ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പക്ഷേ ഗൾഫിൽ നിന്ന് വരുന്ന കുട്ടികൾ, അമേരിക്കയിൽ നിന്ന് വരുന്ന കുട്ടികൾ, അവരുടെയൊക്കെ കൂടെ അവരെ പഠിപ്പിക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കാറ്. അപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ഇംഗ്ലീഷ് രാമായണം ഡോക്ടർ TPS നടിച്ചാൽ നിങ്ങൾക്ക് ഏകശ്ലോക രാമായണം ഇംഗ്ലീഷിൽ കേൾക്കാം. രാമ ലക്ഷ്മണ ഹനുമാൻ സുഗ്രീവ് അങ്ങനെ പറഞ്ഞിട്ട് gathered a great army of monkeys, then they went to the city of Lanka wherein Sita suffered agony. നമ്മൾ കാലത്തിനനുസരിച്ച് ഭാഷകൾ മാറ്റി നമ്മുടെ ജനറേഷനിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടുന്ന കാലത്താണ് ഹരിസ്വാമി ഇങ്ങനെ ഒരു കോൺഫറൻസ് നടത്തുന്നത്. ആ ചിന്ത നല്ലപോലെ നടക്കുന്നുണ്ട് എനിക്ക്. അതുകൊണ്ടുകൂടിയാണ് പ്രദീപും ഹരിസ്വാമിയൊക്കെ പറഞ്ഞ സമയത്ത് ഇത് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന ബോധം. ഇപ്പൊ പറയായിരുന്നു, കേരളത്തിൽ സായി ഗ്രാമത്തിലായിരുന്നു ഞാൻ 24-ാം തീയതി. വലിയ സംവിധാനമൊക്കെയുള്ള സ്ഥലമാണ്, പക്ഷേ വലിയ സംഭവങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത്രയും വലിയ ഓഡിയൻസ് ഗുരുവായൂരായതുകൊണ്ട് മാത്രമാണെന്നുള്ള ധാരണ എനിക്കില്ല. മൈക്ക് കേടായാൽ വഴക്ക് പറയുന്ന ആളൊന്നും അല്ലല്ലോ ഞാൻ. അപ്പോൾ പലപ്പോഴും അല്ലേ, അവരെ വെച്ച് ഉറപ്പിക്കാത്ത നാടാണല്ലോ കേരളം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കൊക്കെ. നമുക്ക് എന്താ വേണ്ടത്? കേരളം വലിയ പ്രശ്നത്തിലാണ്. അത് ആരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ രാവണന്റെ കാലം, ദ്രാവിഡന്മാരുടെ കാലം, അതിനു മുമ്പ് ഏറ്റവും നല്ല മഹാരാജാവായ രാവണന്റെ മുതുമുത്തച്ഛനായിരുന്ന മഹാബലി ഭരിച്ചിരുന്ന നാടാണിത്. ഇപ്പൊ ഇന്നലെ സനാതനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒരു TV ഇന്റർവ്യൂവിൽ.
അപ്പം ഞാൻ പറഞ്ഞു, മഹാബലി ജനിച്ച നാട്ടിലാണിപ്പോൾ സനാതനധർമ്മം വേണ്ട എന്ന് പറയുന്നത്. നമ്മുടെ കുഴപ്പമല്ല, ആ ചരിത്രം അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. അത് കുഴപ്പമില്ല, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ പഠിപ്പിക്കാനും പഠിക്കാനും തയ്യാറായാൽ അതിന് സാധിക്കുമെന്ന് നല്ല ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെയൊക്കെ ഏക ഗുണം എന്ന് പറയുന്നത് അറിവിൻ്റെ ഭണ്ഡാകാരമായ ജനങ്ങളുടെ അടുത്തൊക്കെ കുറച്ചു കാലം താമസിക്കാനും കൂടെ സഞ്ചരിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ തുരുമ്പുകളാണ്, ആ സ്പാർക്കുകളാണ് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചും ആലോചിച്ചും കുറച്ചെങ്കിലും വികസിപ്പിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴായി യാത്ര ചെയ്യുമ്പോൾ, കേരളമാണല്ലോ എൻ്റെ വിഷയം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുള്ള പക്ഷെ ഒന്നുപോലും പ്രസിദ്ധി നേടാത്ത, എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാത്ത, മാനസികമായ സംഘർഷങ്ങളുടെ മാത്രം തലമുറ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ സമുദായം ഉള്ള ഒരു രാജ്യം, ഒരു ചെറിയ സ്ഥലം. മഹാബലിപുരം എന്ന മഹാബലിയുടെ പുരമായ തമിഴ്നാട് നമ്മുടേതല്ല. ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പേര് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പത്മനാഭന് തിരുവിതാംകൂർ രാജാവ് വിട്ടുകൊടുത്തത് കൊണ്ടാണ് എന്ന് പോലും നമുക്കറിയില്ല. കാരണം നമ്മൾ ഇന്ന് കേൾക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സ്ലോഗൻ എഴുതിയ ആളുടെ പേരിൽ അത് ചാർത്തി കൊടുക്കുക. അപ്പോൾ അന്വേഷണത്തുര വളരെ കുറഞ്ഞിരിക്കുന്നു. അത് കുട്ടികളിലില്ല, പ്രായമായവർക്കും കുറഞ്ഞു പോയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്ഷേത്രോത്സവങ്ങളുള്ള സ്ഥലം മുക്കിലും മൂലയ്ക്കും. പക്ഷേ ഉത്സവം, കുടുംബം എന്ന വാക്കിനൊക്കെ ഔത്സുക്യം, ഉത്സാഹം, ഉത്സാഹം എല്ലും തായും കൂടെ ഉപയോഗിക്കാമെന്നാണ്. രണ്ടും ഒരേ അർത്ഥം മലയാളത്തിൽ. അത് ഇല്ലാതെ പോയിരിക്കുന്നു. കുടുംബങ്ങളിലെ ഉത്സാഹമില്ല, സന്തോഷമില്ല എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന തമിഴ് ചുവ ചേർന്നിട്ടുണ്ട്. അതില്ലാത്തത് ഒരു കവിതയിൽ വന്നത്, മണിപ്രവാളം അല്ലാതെ കവിത എഴുതിയ തുഞ്ചത്ത് ആചാര്യനെ പറയുമ്പോൾ ഇനി അർത്ഥം മനസ്സിലാവുമ്പോൾ മുകളിലുള്ള ആചാര്യൻ എന്ന് നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ വെറും തുഞ്ചത്ത് ആചാര്യനാവും. അങ്ങനെ പോരാ, തുഞ്ചത്ത് ഇരിക്കുന്ന എഴുത്തച്ഛൻ്റെ ഭാഷ നമ്മൾ ആലോചിക്കുന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, നിത്യേന ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും. എന്നെ വിളിക്കുന്ന കുട്ടികൾ അമ്മയ്ക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഹൗസ് വൈഫ് എന്നാ പറയാം. ബ്രിട്ടീഷുകാർക്ക് ഹൗസ് വൈഫും ഉണ്ടായിരുന്നു, പുറത്ത് വൈഫുമാരും ഉണ്ടായിരുന്നു. ആ കാലത്ത് അമ്മമാർക്ക് കൊടുത്ത പേരാണ് ഹൗസ് വൈഫ്. ഇന്നും അതാ പറയണേ. അപ്പം ഞാൻ പറയാറുണ്ട്, ഹാപ്പി ഹോം മേക്കർ എന്നേ പറയാവൂ എന്ന്. വീട്ടിൽ സന്തോഷം കൊടുക്കുന്നവരാണ് സ്ത്രീകളെന്നാണ്. അത്രയും പ്രാധാന്യത്തോടുകൂടി വാക്കുകൾ ഉപയോഗിച്ചിരുന്ന കുടുംബനാഥ എന്നൊക്കെ പറയുന്ന പേരുകൾ. വിവാഹം കഴിഞ്ഞു എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെയല്ലല്ലോ പറയാം. എന്താ പറയാ? കല്യാണം കഴിഞ്ഞു എന്നാ പറയാ. കല്യാണം എന്ന വാക്കിന് തന്നെ അർത്ഥം സീതാ കല്യാണം, സീതാരാമ കല്യാണം നടക്കുന്ന സ്ഥലമാണ് തിരുപ്പതി. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഞാൻ കുറച്ചു കാലം വരെ. അവിടെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് സീതാരാമ കല്യാണം നടന്ന സ്ഥലമാണ് തിരുപ്പതി. രാമനുമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ്. അവിടെയാണ് ആദിശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഞാൻ. കല്യാണം അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ്. തെലുങ്ക് നാട്ടിലും തമിഴ്നാട്ടിലും സുപരിചിതമായ വാക്കാണ് കല്യാണം. പക്ഷേ മലയാളത്തിൽ നമ്മൾ ഏറ്റെടുത്തപ്പോൾ അത് തെറ്റായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കല്യാണം, സീതാ കല്യാണം എന്ന് പറഞ്ഞാൽ സീതയും രാമനും സന്തോഷിക്കുന്ന സമയമെന്നാണ്. നമ്മളൊക്കെ പറയാ കല്യാണം കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ രണ്ടും കൂട്ടിച്ചേർക്കുമ്പോഴുള്ള കുഴപ്പമാണ്. പട്ടി നല്ല വാക്കാണ്, മകനും നല്ല വാക്കാണ്. ദേഷ്യം പിടിക്കുമ്പോൾ രണ്ടും കൂട്ടി അങ്ങോട്ട് വിളിക്കും, അപ്പോൾ അത് തെറ്റാവും. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ ചേർക്കുമ്പോൾ കൃത്യമായി അർത്ഥമറിഞ്ഞിട്ട് വേണമെന്നാണ്. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്നാണ്. അത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ മറന്നുപോയിരിക്കുന്നു. എൻ്റെ പേര് TP ശശികുമാർ എന്നാണ്. പലരും ചോദിക്കാറുണ്ട് എന്താണ്, ഇന്ന് തല്ലിപ്പൊളി എന്നാണെന്ന്. അപ്പോൾ ഈ പ്രോഗ്രാം കൊളാക്കാൻ വന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ ഭയം തുടങ്ങല്ലേ. കുളം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ശുദ്ധമാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ രാമായണം നടക്കുന്ന ഈ ഒരു സഭ കുളമായി എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളൊക്കെ ശുദ്ധമായി പുറത്തു വന്നു. പക്ഷെ മലയാളത്തിൽ അർത്ഥം തിരിഞ്ഞുപോയി. തല്ലിപ്പൊളിയായ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ തല്ലിപ്പൊളിയായിരുന്നു. പക്ഷെ പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും അടിപൊളിയായപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പോൾ തല്ലാണ് അടി എന്ന് നമ്മൾ മറന്നുപോയിരിക്കുന്നു. ഇതാണ് നമ്മുടെ കുഴപ്പം. പലപ്പോഴും വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണ്.
കൃത്യമായിട്ട് മനസ്സിലാക്കിക്കാൻ സ്കൂളുകൾക്ക് സാധിക്കില്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു അജണ്ട എന്ന് പറയുന്നത് 1000-10,000 സ്കൂളുകളെങ്കിലും ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാക്കി മാറ്റണേ എന്നാണ്. അത് വേണ്ട എന്ന് വെച്ച ഗവൺമെന്റാണ് കഴിഞ്ഞ ഗവൺമെന്റ്. നമ്മൾ ആലോചിക്കണം, നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. വിദേശത്തിന്റെ ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ വിൻഡോസും ഒക്കെ ഉപയോഗിക്കുന്ന ജനങ്ങളുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ വയോജന ശാലകളുള്ള സ്ഥലം, വയോജന കേന്ദ്രങ്ങളെന്നോ ഗ്രഹങ്ങളെന്നോ വിളിക്കാൻ തോന്നില്ല. അതാണ് ഇന്നത്തെ സമൂഹം. വയസ്സന്മാരെ വേണ്ട എന്ന് പറയുന്നൊരു സമൂഹം, വയസ്സന്മാരെ കൊള്ളില്ല എന്ന് പറയുന്ന സമൂഹം. നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുള്ള കുറേ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം സംവാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, മനുഷ്യരെ നേരിട്ട് കണ്ടാൽ സംസാരിക്കാൻ അറിയാത്ത ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റും. അപ്പൊ അത് മാറണമെങ്കിൽ സമൂഹത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സത്രമായി, ഒരു വർക്ക്ഷോപ്പായി, ഒരു കോൺഫറൻസായി ഇതൊക്കെ മാറണമെന്നാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ് രാമായണം. നിങ്ങൾക്കറിയോ, രാമൻ ഈസി ആയിട്ട് രാവണനെ നിഗ്രഹിച്ച സമയത്ത് രാവണൻ അവസാനം പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ തോക്കാൻ കാരണം രാമനല്ല, എൻ്റെ അനുജൻ എന്നെ വിട്ടുപോയത് കൊണ്ടാണ്. അതാണല്ലോ സത്യം, അല്ലേ? കുംഭകർണനോ വിഭീഷണനോ ഒക്കെ കാല് മാറിയിട്ടില്ലെങ്കിൽ രാമനല്ല, വേറെ 4 രാമന്മാർ വിചാരിച്ചാലും കൊല്ലാൻ പറ്റില്ല. അപ്പോ സ്വന്തം സഹോദരങ്ങളെ കൂടെ നിർത്താൻ സാധിക്കാത്തതായിരുന്നു എൻ്റെ പരാജയമെന്നും രാമൻ ജയിച്ചത് ലക്ഷ്മണനെ കൊണ്ട് നടക്കാൻ സാധിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാഹോദര്യത്തിന്റെ ഏറ്റവും നല്ല കാമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ് രാമായണം തരുന്നത്. നമ്മളിത് കാണാതെ പോവരുത്. അതുകൊണ്ടാണ് ഈ 4 ക്ഷേത്രങ്ങളും ശത്രുഘ്നനും ഒക്കെ ചേർന്നിട്ടുള്ള ലക്ഷ്മണനും ഭരതൻ, ഞാൻ ഇരിങ്ങാലക്കുടക്കാരനാണ് ഇപ്പോൾ തൽക്കാലം. ഭരതൻ എന്ന് പറയുന്നത് ഒരു സാധാരണ പറയാറുണ്ട്, നമ്മൾ ആരെ കൂട്ടിപ്പോയാലും ഉറപ്പൊന്നുമില്ല അയാൾ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നു. ഞാനിപ്പോൾ ഒരാളുടെ കൂടെയാണ് വന്നത്, തിരിച്ചു പോകുമ്പോൾ അയാൾ ഉണ്ടാവണമെന്നില്ല, അയാൾ എന്നെ ഉപേക്ഷിച്ച് പോവാം. ഞാൻ അഴിച്ചു വെച്ച പാതുകം ഒരിക്കലും ആരുടെ കൂടെയും പോവില്ല എന്നാണ്. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ വേറെ കാര്യം, അതല്ലാതെ അതായിട്ട് പോവില്ലല്ലോ, ഇല്ലേ? അപ്പൊ എന്നെ സ്ഥിരമായിട്ട് കാത്തു നിൽക്കുന്നത്, എൻ്റെ നിഴൽ പോലും എന്നെ കാത്തിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ എന്നെ കാത്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും നല്ല റെപ്രസെൻറ്റേറ്റീവ്, എൻ്റെ ഭാരം താങ്ങുന്നത്, എന്നെ നടത്തുന്നത്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് യോഗവാസിഷ്ടം പഠിച്ചിട്ടുണ്ടോ. ഞാൻ സൈക്കോ തെറാപ്പി പഠിച്ച ഒരാളാണ്, പക്ഷെ പറയുമ്പോൾ ഫിസിയോതെറാപ്പി എന്നാ പറഞ്ഞത്. ഞാൻ സൈക്കോ തെറാപ്പിയാണ്. സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ വേറെ പണി ചെയ്യുമ്പോഴും, എൻ്റെ കുഴപ്പതാണ്. അപ്പോൾ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് മാനസികമായ ചികിത്സ നൽകുന്ന, അതിൽ MS ഉള്ള ഒരാളാണ്, മാസ്റ്റർ ഓഫ് സയൻസ്. പക്ഷെ ഞാൻ പഠിച്ച ആ സയൻസ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് രാമായണത്തിലെ സയൻസാണ്. രാമൻ 12ാം ക്ലാസ് പാസ്സായപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾക്കുള്ള അതേ കുഴപ്പം രാമനും ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് അച്ഛന് ബുദ്ധിയില്ല എന്ന്, അച്ഛനെ കൊള്ളില്ല, അച്ഛന് ഭരിക്കാൻ അറിയില്ല. കാരണം അങ്ങനെയാണല്ലോ, വിദ്യാഭ്യാസം കൂടുമ്പോൾ അച്ഛനെക്കാളും വിവരമുണ്ടെന്നാണ് ധാരണ. അപ്പൊ ആദ്യം ചെയ്തത് രാമനെ രാമനാക്കാൻ അച്ഛൻ ചെയ്തത് ദശരഥൻ എന്നാണ്. ദശരഥൻ എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആണെന്ന് അർത്ഥം, 10 കാറുണ്ടെന്ന് അർത്ഥം. 10 രഥമുണ്ടെന്ന് പറഞ്ഞാൽ 10 കാറുണ്ടെന്നാണ്. ഓരോ വാക്കിനും കുറേ അർത്ഥങ്ങളുണ്ട്. അയോധ്യയിൽ വെച്ച് രാമൻ യുദ്ധം ചെയ്തില്ല, കാരണം അയോധ്യ എന്ന വാക്കിന് തന്നെ അർത്ഥം യുദ്ധം നടക്കാത്ത സ്ഥലം എന്നാണ്. അവിടെ യുദ്ധം ചെയ്യാൻ രാമന് പറ്റില്ല, അതുകൊണ്ടാണ് വേറെ സ്ഥലത്ത് പോയി ചെയ്തത്. ഇങ്ങനെ ഓരോ വാക്കുകളും എടുത്ത് ശീലിക്കണം. ആ ശീലിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്ത് മനസ്സിലാവുക? അല്ലെങ്കിൽ മനസ്സിലാവില്ല, ബുദ്ധിയിലേ ആവുള്ളൂ. ബുദ്ധിയിലായിട്ടൊന്നും കാര്യമില്ല, മനസ്സിലാവണം. അപ്പോൾ രാമന് മനസ്സിലായില്ല അച്ഛൻ്റെ പ്രാധാന്യം. അച്ഛനെ ആദ്യം പറഞ്ഞേക്കുന്നത് സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ്. അപ്പൊ ആദ്യത്തെ MS ഇൻ സൈക്കോ തെറാപ്പി വസിഷ്ഠനാണ്. അന്നത്തെ സൈക്കോളജിസ്റ്റ്, ഇന്നത്തെ സൈക്കോളജിസ്റ്റുകളല്ല, അന്നത്തെ ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് വസിഷ്ഠനാണ്. അദ്ദേഹം അന്ന് എഴുതിയ സൈക്കോളജി ബുക്കാണ് യോഗവാസിഷ്ഠം. ഫുൾ സൈക്കോളജിയാണ്.
അപ്പോൾ അതിൻ്റെ കാതൽ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്കേ പറയാറില്ല, കാരണം ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇത് തന്നെയാണ് പറയാം, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മാർഗം എന്താണെന്ന്. ഞാൻ ഈ വരുന്ന കാർ ഇറങ്ങി, പക്ഷേ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ ഞാൻ വരുന്ന വഴിയൊക്കെ ലെതർ കാർപ്പറ്റ് വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നാ പോയി പണി നോക്കടാന്ന് പറയും അല്ലേ? ആണോ അല്ലയോ? ഇതേ ചോദ്യമാണ് വസിഷ്ഠൻ രാമനോട് ചോദിച്ചത്. നീ പോകുന്നിടത്തൊക്കെ നീ പ്രശ്നങ്ങളാ കാണുന്നത്. എന്താ കാരണം? നിന്റെ മനസ്സിൽ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ ഡ്രൈനേജ് പൈപ്പാ കാണുക, അത് കാണുന്നത് കൊണ്ടാണ്. അവിടെ നോക്കാണ്ടിരുന്നാൽ മതി. എവിടെ എന്തൊക്കെ നല്ല സ്ഥലങ്ങളുണ്ടാവും, ഒന്നും കാണാൻ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്. ലോകം വളരെ നല്ലതാണ്. അങ്ങനെ കവിത എഴുതിയ ആളാണല്ലോ അല്ലേ ഭൂമിക്ക് ചരമഗീതൊക്കെ എഴുതുന്നത്. അതാണ് ഏറ്റവും നല്ല കവിതയും. എങ്ങനെയാ ഭൂമി എത്രയും മോശം സ്ഥലമാവുന്നത് എന്ന് എനിക്കറിയില്ല. കുറേ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ലോകം വളരെ നല്ലതാണ്. അപ്പോൾ വസിഷ്ഠൻ രാമനോട് പറഞ്ഞത് അത് തന്നെയാണ് പിന്നെ അടുത്ത ജന്മത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. രണ്ടും സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനു ചർമ്മ സ്ത്രുതൈവ ബുഹു എന്നാണ്. വളരെ സിമ്പിളാണ്. പൂർണ്ണേ മനസ്സി സമ്പൂർണം. ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ മനസ്സെന്താണോ ധരിക്കുന്നത് അതാണ് ഞാൻ കാണുന്നത്, ചിന്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജഗത് സർവം സുധാദ്രവൈഹി, എല്ലാം അങ്ങനെ കാണാൻ സാധിക്കും നമുക്ക്. ഉപാന ഗൂഢപാദസ്യ നനു ചർമ്മ സ്ത്രുതൈവ ബുഹു. ഞാൻ പോകുന്നിടത്തൊക്കെ ലെതർ വേണമെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ലെതർ ചെരുപ്പ് മേടിച്ച് നടന്നോളാൻ പറയാം. പണി തീർന്നു. എത്ര എളുപ്പമെന്ന് ആലോചിക്കൂ. അപ്പൊ നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് എന്ത് വേണം, നമ്മളത് കൊണ്ടു നടക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് രാമ, ഈ ചിന്തിക്കുന്നത് പോലെ അല്ല, മാറ്റാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. വലിയ പ്രശ്നങ്ങൾ നമുക്ക് കാണും ജീവിതത്തിൽ. രാമന്റെ അത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാ പറയാം. സീത പലപ്പോഴും പറയാറുണ്ട്, പാലസൊക്കെ ചോരും ചിലപ്പോഴൊക്കെ. നല്ല മഴയത്തും ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ലീക്കേജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ രാമൻ പലപ്പോഴും സീതയുമായിട്ട് സല്ലപിക്കുമ്പോൾ പറയാറുള്ളതാണ്, ഈ മനുഷ്യന്മാർക്കൊക്കെ സന്തോഷം കൊടുത്തൂടെ എന്നാ ചോദിക്കുക. അവരൊക്കെ റിച്ച് ആക്കിക്കൂടെ, എല്ലാവരെയും ധനികരാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് രാമൻ പറയുന്നത്, കുറച്ച് കള്ളന്മാരൊക്കെ ഉണ്ടായാലേ പോലീസിന് പണിയുള്ളൂ, അതുപോലെ കുറെ പാവപ്പെട്ടവരുണ്ടായാലേ പണക്കാർക്ക് വിലയുണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ തുല്യത എന്ന് പറയുന്ന ഒരു സംഭവം പാടില്ല, ഉച്ചനീചത്വങ്ങളൊക്കെ വേണം എന്നാണ് പറയുന്നത്. ജാതിപരമല്ല, ധനികപരമായിട്ടുമൊക്കെ. അങ്ങനെ പാടില്ല എന്ന് വാശി പിടിച്ചപ്പോൾ രാമൻ തഥാസ്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, എല്ലാവരും റിച്ചായി. കുറച്ചു ദിവസം കഴിയുമ്പോൾ പാലസിൽ ലീക്ക് വരുമ്പോൾ പണിക്കാർ വരുന്നില്ല. കാരണം എന്താ? ദാരിദ്ര്യം ഉണ്ടെങ്കിലേ പണിക്ക് പോവുള്ളൂ. അപ്പൊ എല്ലാ തരത്തിലുള്ള നമ്മുടെ ചിന്തകൾ ഏത് തരത്തിലൊക്കെ പോവാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ ചിന്തിച്ചിട്ട് അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് രാമായണം എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും നല്ല ഒരു നാടകീയമായ രംഗം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അത് പലപ്പോഴും വരുന്നത് എൻ്റെ ഗുരു ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് ചെയ്താലും, അത് വാസ്തുവായാലും ജ്യോതിഷമായാലും പഠനമായാലും മോട്ടിവേഷനായാലും ക്ലാസ് എടുക്കുന്നതായാലും, ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. ഇപ്പൊ എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് ചോദിച്ച സമയത്ത്, യുദ്ധം കഴിഞ്ഞു തിരിച്ചു വരുന്ന ഹനുമാനോട് രാമൻ തിരിച്ചൊരു വാക്ക് പറയുന്നുണ്ട്, എന്നെ യുദ്ധത്തിൽ സഹായിച്ചത് കൊണ്ട്, നമ്മളൊക്കെ തിരിച്ചു പറയാറുണ്ടല്ലോ അല്ലേ, എന്നെ സഹായിച്ചത് കൊണ്ട് തിരിച്ച് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ചെയ്തോളാം. രാമൻ അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, അന്ന് മുതൽ ഹനുമാന് പ്രശ്നം തുടങ്ങും. അതുകൊണ്ട് വാത്മീകി അവിടെ നിർത്തിയിട്ട് ഉടനെ പറയാണ്, നരപ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി എന്ന്. വലിയ ഫിലോസഫിയാണ്. നരപ്രത്യുപകാരാർത്ഥി, നിങ്ങളെ ഞാൻ സഹായിക്കണം എന്ന തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കഷ്ടപ്പാട് വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്നാവണം എന്ന് ഗുരു പറഞ്ഞപ്പോൾ അത്രയൊന്നും നിരീക്ഷിച്ചില്ല. പക്ഷെ പിന്നെ പഠിച്ച് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ രാമായണത്തിൻ്റെ വലിയ വലിയ മൂല്യങ്ങളാണ്. നമ്മൾ പഠിക്കാതെ പോകരുത്. ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഈ നാട്ടിൽ ജനിക്കുക, ഇത്തരം ചിന്തകളുമായിട്ട് നമുക്ക് സല്ലപിക്കാൻ സാധിക്കുക, അത്തരം അറിവുകളുള്ള കുറച്ചു പേരെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുക, അവരുമൊക്കെയായിട്ട് ഒന്ന് കാണാനും കണ്ടുമുട്ടാനും ഒക്കെ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് റോഡുകളാണോ,
വലിയ മാളുകളാണോ, വലിയ ഡിഗ്രികളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. വലിയ ഭരതന്മാരും വലിയ ലക്ഷ്മണന്മാരും വലിയ സീതമാരും വലിയ രാമന്മാരും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ടാവട്ടെ. അതുണ്ടാവുമ്പോഴാണ് നമ്മൾ വൈകുന്നേരം അറിയാതെ വിളിച്ചു പോകുന്ന ഹരേ രാമ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നൊരു കാലം വരും. ഹരേ രാമ, രാമ എന്നെ കട്ടുകൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നല്ല സുന്ദരികളായ കുട്ടികളൊന്നും ഹരേ രാമ എന്ന് വിളിച്ചു പോരുത്. അയൽവാസികൾ പേരൊക്കെ മാറ്റിയിട്ട് കിഡ്നാപ്പ് ചെയ്തുണ്ടായ പോലീസ് കേസ് ഒന്നുകൂടി കൊടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട് ഹരേ രാമ, ഹരേ രാമ, എന്നെ കട്ടുകൊണ്ടുപോകൂ രാമ, എന്നെ കട്ടുകൊണ്ടുപോകൂ കൃഷ്ണ എന്നാണ്. സ്ഥിരം അറിയാതെ അങ്ങനെ വിളിക്കുകയാണ്. എന്താ കാരണം? അറിഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് ലയം പ്രാപിക്കില്ല. ആർക്കും ഇഷ്ടമല്ല ചത്തുപോകാൻ. അങ്ങനെയാണല്ലോ പറയുക. സനാതനധർമ്മം അങ്ങനെയാണ് പറയുന്നത്. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നിയാത് എന്നാണ്. പൂർത്തകർമ്മം ചെയ്യുമ്പോൾ മോക്ഷം കിട്ടുമെന്നാണ്. അങ്ങനെ മോക്ഷം കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എത്തിയാലേ സെക്കൻഡ് സ്റ്റെപ്പിൽ പോവുള്ളൂ. മരിക്കണം എന്ന് ആഗ്രഹമില്ലാത്തവരാണ്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന രാമായണത്തിന്റെ കഥ അല്ല, രാമായണം പാടുകയല്ല വേണ്ടത്, രാമായണം പഠിക്കുകയാണ് വേണ്ടത്. അക്ഷരങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നമ്മുടെ ആത്മാവിലേക്ക്, ബുദ്ധിയിലല്ല പഠിക്കേണ്ടത്, മനസ്സിലല്ല പഠിക്കേണ്ടത്, അത് ശരിക്ക് ആത്മാവിലേക്ക് കയറണം. അപ്പോഴേ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ എന്ന അവസ്ഥയിലെത്തി നമുക്ക് നമ്മുടെ ശത്രുവല്ലാതെയും നമുക്ക് നമ്മുടെ മിത്രമല്ലാതെയും ഒന്നും വേണ്ടാത്ത അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിലേക്ക് എത്തുമ്പോൾ അതെത്തിക്കാനാണ് ഈ ഭഗവാന്മാരുടെയൊക്കെ സഞ്ചാരം. നമ്മൾ ആത്മീയ പുരുഷന്മാരായിട്ട് മാറും. ഞാൻ മലയാള ഭാഷയും സംസ്കൃത ഭാഷയും തൊട്ടടുത്ത്, തമിഴിന് അത്ര ബന്ധം കണ്ടില്ലെങ്കിലും ശ്രീലങ്കയിലുള്ള സിൻഹള ഭാഷയിൽ നല്ല ബന്ധമുണ്ട്. ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് സാറെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് തിരിച്ചു ചോദിച്ചു എന്താ വിളിക്കേണ്ടതെന്ന്. അപ്പൊ നമ്മൾ മലയാളത്തിൽ അങ്ങ് ഇങ്ങ് എന്നൊക്കെയല്ലേ പറയുക. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങളുടെ ഭാഷയിൽ ആരെ എങ്ങനെയാ വിളിക്കാന്ന്. ഉടനെ ഉത്തരം വന്നു, മഹാത്മാ എന്നാണ് വിളിക്കുകയെന്ന്. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഒരു മഹാത്മാവേ ഉള്ളൂ, ശ്രീലങ്കയിൽ കുറേ മഹാത്മാവുണ്ടല്ലോ, വലിയ സന്തോഷം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, നമ്മളൊരു വാക്ക് പോലും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ മഹാത്മാവാവണമെങ്കിൽ ഭഗവത്ഗീത പറയുന്നതാണ് വേണ്ടത്. ആത്മാവിൽ ആരുണ്ടാവണം? സ്വന്തം മഹാത്മാവാണ്. അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന തുഞ്ചത്തെത്താനുള്ള കഴിവ്. അപ്പൊ തുഞ്ചത്തെഴുത്തച്ഛന്റെ കൃതി വായിച്ചാൽ നമ്മൾ എവിടെ എത്തണം? തുഞ്ചത്തെത്തണം. ആ തുഞ്ച ആണ് സുപ്രീം പേഴ്സണാലിറ്റി. ആ സുപ്രീം പേഴ്സണാലിറ്റി നമ്മൾ ഓരോരുത്തരുമാണ്. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. എൻ്റെ ഹൃദയത്തിനകത്ത് ബ്രഹ്മാവാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഉത്തരങ്ങൾ കിട്ടും. അതുകൊണ്ട് അരമണിക്കൂർ പറഞ്ഞാൽ ചോദ്യോത്തരം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നല്ല ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ. കഴിഞ്ഞ പ്രഭാഷകന്റെ അടുത്തും ചോദ്യം ഉണ്ടായില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം കുറെ ചോദ്യങ്ങൾ ഉണ്ടാവണം എന്നാണ്. ആ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഛതി ദൃഷ്ടിം എന്നാണ്, എൻ്റെ ദൃഷ്ടിയെ ഛേദിക്കാതിരിക്കട്ടെ എന്നാണ്. അങ്ങനെ അച്ഛനായി മാറും. ജന്മം കൊണ്ടല്ല അച്ഛനാവുക, ഇഷ്ടം കൊണ്ട് അച്ഛനാവുമെന്നാണ്. അങ്ങനെയാണ് നമുക്ക് എഴുത്തച്ഛൻ ഉണ്ടായത്. അങ്ങനെ കുറേ അച്ഛന്മാരുടെ നാടായി മാറട്ടെ. നമ്മുടെ ഇച്ഛകൾക്ക്, സങ്കല്പങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് തിരികൊളുത്താനുള്ള ഒരു സംഭവമായി മാറട്ടെ ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം കോൺഫറൻസുകൾ. അതിൽ പഠിക്കാനും പഠിപ്പിക്കാനും. കാരണം ഓരോ പ്രഭാഷണം കേൾക്കുമ്പോഴും ഞാൻ എഴുതി വെച്ചതും കട്ട് ചെയ്തതും ഒക്കെയാണ്. അപ്പോൾ അതിങ്ങനെ കൊണ്ടു നടക്കും. അപ്പൊ അതുകൊണ്ട് പാഹിമാം എന്നാണ്. രാമരാമ നല്ല പേരാണ്. രാമ പാഹിമാം എന്നാണ്. പാഹിമാം എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ എന്നാണ്. രാമ എന്നെ രക്ഷിക്കണേ എന്നാണ്. അങ്ങനെ നമ്മളെയൊക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാനും നല്ല പേരാ. ഓരോ വാക്കുകളും നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് സുഖം കിട്ടുക. എത്ര നല്ല കവിതയാണ് കുഞ്ഞുണ്ണി മാഷൊക്കെ അക്ഷരങ്ങൾ നോക്കിയിട്ട് പാടിയിട്ടുള്ളത്. ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ. എൻ്റെ അകത്താണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന ബോധം തരലാണ് രാമനായാലും കൃഷ്ണനായാലും ഇങ്ങേ അറ്റം കുഞ്ഞുണ്ണി മാഷ് വരെ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് അതുണ്ടാവട്ടെ, അതിനുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവട്ടെ. ഇനിയും പറയണം? മതി എന്തോ. ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ ഡോക്ടർ TPS രാമായണം നടിച്ചാൽ
കുറേ പ്രഭാഷണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ ചിലപ്പോഴൊക്കെ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ, ഡിസ്കസ് ചെയ്യാം. നേരിട്ട് കാണാൻ സാധിക്കാനുള്ള ഒരവസരവും ഇനി ഇല്ലാതിരിക്കട്ടെ, എന്നെക്കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, സന്തോഷം. എൻ്റെ സത്സംഗ് ഗ്രൂപ്പിലുള്ള ഗിരിജയൊക്കെ ഉണ്ട് ഇവിടെ, കുറേ ആൾക്കാരുണ്ട്. 1-2 പേരൊക്കെ വന്ന് കണ്ടു, പണ്ട് കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ കണ്ടു. ഗുരുവായൂരൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രദീപിനൊന്നും കാണാൻ പറ്റില്ല, മിക്കവാറും ഡൽഹിയിലൊക്കെ ട്രിപ്പ് അടിക്കുന്ന ആളാണ്. അപ്പോൾ കുറേ ബന്ധുക്കളെയൊക്കെ കാണാൻ സാധിക്കുക, കുറേ പുതിയ ബന്ധുക്കളെയൊക്കെ ഉണ്ടാക്കുക, അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഒരു ബാങ്ക് ബാലൻസ് ആയിട്ടിരിക്കുക എന്നാണ്. ക്രെഡിറ്റ് അതാണ്. അങ്ങനെ ആ ക്രെഡിറ്റാണ് ഇപ്പം നമ്മുടെ ജടായുപ്പാറയുണ്ട്. ആ ജടായുപ്പാറയുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് എക്കോ ടൂറിസത്തിൻ്റെയും പൈസ സാങ്ഷൻ ആക്കിയത് എൻ്റെ ബ്രദർ ഫോറസ്റ്റിലുള്ളപ്പോഴാണ്. മൈ ബ്രദർ വാസ് ദ ഫോറസ്റ്റ് ഡയറക്ടർ ഫോർ ദാറ്റ്. അപ്പോൾ അന്ന് ആ ആദ്യത്തെ ഡിസ്കഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു സിനിമാ സംവിധായകൻ സിനിമ ചെയ്താൽ 200 കോടി ചിലവാകും, പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ആരും കാണാനുണ്ടാവില്ല. അത്രയും പൈസ വേണ്ട ഒരു ജടായുപ്പാറ ഉണ്ടാക്കാൻ, അത് കാലാതീതമായി നിൽക്കുമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. കുറേ സങ്കല്പങ്ങളുള്ള, ശബരിയുടെ കഥയുള്ള, ജടായുവിൻ്റെ കഥയുള്ള, തൃപ്രയാറും നാലമ്പലവുമുള്ള ഈ നാട്ടില്, ഞാൻ വന്നത് വടക്ക് നിന്നാണ്, ഞാൻ കണ്ണൂരുകാരനാണ്. ഞാൻ കൈതപ്രം തിരുമേനിയോട് ചോദിച്ചു, നിങ്ങൾ പറ്റുകയാണെങ്കിൽ അടുത്ത രാമായണത്തിലെ രാമായണം, മാപ്പിള രാമായണം പാടുന്ന 2-3 പേരെ ഞാൻ തരാം. ഞാൻ കോൺഫറൻസ് നടത്തിയ സമയത്ത് മാപ്പിള രാമായണം, അത് അസലായിട്ട് മാപ്പിള ഭാഷയിൽ മലബാറിൽ എഴുതപ്പെട്ടിട്ടുള്ള രാമായണം. അത് ഇനിയെങ്കിലും യൂട്യൂബിൽ കയറി മാപ്പിള രാമായണം ഒന്ന് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്നും കേട്ടാൽ മനസ്സിലാവില്ല, ഞങ്ങൾക്ക് മനസ്സിലാവും, മലബാറുകാർക്ക്, പ്രദീപനും എനിക്കൊക്കെ മനസ്സിലാവും, അത് ഞമ്മൻ്റെ ആൾക്കാരാണ്. അപ്പം അതിൽ മൗലവി എന്നൊക്കെയാണ്, താടിക്കാരൻ ഔലവി എന്നാണ് പറയുക, അത് ആത്മീയ പറയുന്നതാണ്. അങ്ങനെ രാമായണം മുമ്പിൽ കഥ വെച്ചിട്ട് അതൊന്ന് കേൾക്കുക. അത് എൻ്റെ അടുത്ത സുഹൃത്ത്, ഞാനിത് വേണമെന്ന് പറഞ്ഞപ്പോൾ ബഹ്റിനിലിരുന്നില്ല, ദോഹയിലിരുന്ന് 4 മുസ്ലിംസ് ഇരുന്ന് പാടിയിട്ട് അടുത്ത കാലത്ത് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പാഞ്ചജന്യത്തിൻ്റെ പ്രോഗ്രാമിൽ പ്ലേ ചെയ്തപ്പോഴാണ് പലരും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. കുറേ ഉണ്ട്, അത്തരം കുറേ കഥകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉള്ളതൊക്കെ തിരിച്ചെടുക്കാനും, ഇനി എവിടെയെങ്കിലൊക്കെ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിസ്കവർ എന്നാണ് പറയുക, അല്ലേ? ഒരു കവർ ചെയ്ത് വെച്ചതിനൊക്കെ ഡിസ്കവർ ചെയ്യുന്നതാണ് ഡിസ്കവർ. അങ്ങനെ ഡിസ്കവർ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ, അതാണ് സയൻറ്റിസ്റ്റിൻ്റെ പണി. അതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധിക്കട്ടെ, അതിനെല്ലാവിധ ഭാവുകങ്ങളും നന്മയും ഒക്കെ നേരുന്നു. എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പകർന്നു തരാൻ, അവരെയൊക്കെ കണക്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുമെന്ന് വിശ്വാസമുണ്ട്. അത് ചെയ്യാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം. ഹിന്ദു രക്ഷാ